ഞാൻ വന്ന് ഇതുവരെയ്ക്കും ഒരു നടനെങ്കിലും നേരിട്ട് കാണുമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആ നല്ല വാക്കുകൾക്ക് നന്ദി. How do you see the success? See repeat magic. ഞാൻ വേറെ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, എല്ലാം മറന്നുപോയി. ഹീറോയിൻസിനൊക്കെ ജീവിക്കാൻ ബുദ്ധിമുട്ടാകും. എല്ലാ വീടുകളിലും ഒരു ഓമന കുട്ടനാണ്. Twin Birds JFW Movie Awards 2025. Title sponsor Twin Birds. Wear it, feel it, love it. Powered by Chandrika. Confident ay Telangu, Ningal ay Telangu. Co-presented by Finis Fine Mattresses. Twin Birds JFW Movie Awards 2025 Man of the Year മലയാളം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവാർഡ്. ഈ അവാർഡ് പ്രസന്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ബ്യൂട്ടിഫുൾ ആയ വെറ്ററൻ ഇന്ത്യൻ ആക്ട്രസിനാണ് നമ്മൾ വേദിയിലോട്ട് ക്ഷണിക്കാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ഷീലാമ്മ and our dearest Kirti Suresh onto the stage, please. JFW Movie Awards 2025 Man of the Year Malayalam and the winner Ara in the announce cheyana munne we have a special AV. Can we have the AV please? Twin Birds JFW Movie Awards 2025. ബേസിൽ ജോസഫ് മാൻ ഓഫ് ദ ഇയർ. സ്വന്തം അഭിനിവേശവും സർഗാത്മകതയും കൊണ്ട് കഥ പറച്ചിലിനെ പുനർനിർവചിക്കുന്ന ബേസിൽ ജോസഫ് ക്യാമറയുടെ മുന്നിലും പിന്നിലും ഒരുപോലെ മാന്ത്രികത തീർത്ത പ്രതിഭ നിറഞ്ഞ കലാകാരൻ. അതിമനോഹരമായ ഹാസ്യ ടൈമിംഗ് മുതൽ അനായാസമായ സ്ക്രീൻ പ്രസൻസ് വരെ ബേസിൽ അവതരിപ്പിക്കുന്ന ഓരോ കഥാപാത്രത്തെയും തന്റേതായ ശൈലിയിൽ മനോഹരമാക്കുന്നു. വർഷങ്ങളായുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾക്ക് അഭിനന്ദനങ്ങളും പ്രശംസകളും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിലുപരിയായി ഒരു വലിയ ആരാധക വൃന്ദത്തെയും അദ്ദേഹം സ്വന്തമാക്കി. ഒരു സാധാരണക്കാരനിൽ നിന്ന് പ്രശസ്തനായ ചലച്ചിത്ര സംവിധായകനും നടനുമായി മാറിയ ബേസിലിന്റെ യാത്ര അസാധാരണമായ ഒന്നാണ്. ബേസിലിന്റെ സംവിധാന മികവിന്റെ ഉത്തമ ഉദാഹരണമായ മിന്നൽ മുരളി ചിത്രം പ്രേക്ഷകരെ വിനോദിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യൻ സൂപ്പർ ഹീറോ കഥകൾക്ക് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഓരോ പ്രകടനത്തിലും അദ്ദേഹത്തിന്റെ അഭിനയത്തിലെ സ്വാഭാവികത നാം കണ്ടു. നുണക്കുഴി, ഗുരുവായൂർ അമ്പലനടയിൽ, സൂക്ഷ്മദർശിനി എന്നിങ്ങനെ ഓരോ ചിത്രങ്ങളിലും അദ്ദേഹം പുതിയതും മറക്കാനാവാത്തതുമായ ഒരു മാജിക് കൊണ്ടുവന്നു. അദ്ദേഹം നമ്മെ ചിരിപ്പിച്ചു, നമ്മെ ചിന്തിപ്പിച്ചു. എന്നാൽ അതിലുപരിയായി സിനിമയുടെ മാന്ത്രികതയിൽ നമ്മെ വിശ്വസിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വിവിധ കഴിവുകൾക്കും ഏത് കഥാപാത്രത്തിലേക്കും അനായാസമായി മാറാനുള്ള കഴിവിനും ബേസിൽ ജോസഫിനെ JFW ഞങ്ങളുടെ ഈ വർഷത്തെ മാൻ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കുന്നു. മലയാള സിനിമയിലെ ഒരു ഗ്യാരണ്ടിയുള്ള നായകൻ ഡയറക്ഷനിൽ സക്സസിൽ നിൽക്കുമ്പോൾ തന്നെ ആക്ടിങ്ങിലോട്ട് വരികയും കണ്ടിന്യൂസ് ആയിട്ട് ക്വാളിറ്റിയുള്ള സിനിമകളും കഥാപാത്രങ്ങളും മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന മാൻ ഓഫ് ദി ഇയർ ബേസിൽ ജോസഫ്. Basil, Man of the Year, Basil is here. First of all, let me tell you, Sheelama, yes. ഞങ്ങളുടെ മലയാള സിനിമയിലെ കണ്ണിലുണ്ണിയാണ് ബേസിൽ ജോസഫ്. എല്ലാ വീടുകളിലും ഒരു ഓമന കുട്ടനാണ്. സത്യം. വീടുകളിൽ എല്ലാവർക്കും ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ഒരാളായിട്ടാണ് എല്ലാവരും വിചാരിക്കുന്നത്. എല്ലാവർക്കും അത്രയും സന്തോഷമാണ്. എല്ലാവർക്കും അല്ല, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം മുതൽ പൊന്മാൻ വരയ്ക്കും ഞാൻ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഗുരുവായൂരുന്ന അമ്പലനടയിൽ നിന്നൊരു പടം, അതിൽ പൃഥ്വിരാജും ഇങ്ങേരും ചേർന്ന് കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ ദൈവമേ, എന്തൊരു അഭിനയമാണ് അത്! പിന്നെയും ഓട്ടിച്ചോട്ട് ഞാൻ 2-3 പ്രാവശ്യം പിന്നെയും കണ്ടു. റിയലി ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സന്തോഷമാണ് ഇദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ കാണുമ്പോൾ. ഇനിയും ഒരുപാട് പടങ്ങൾ അഭിനയിക്കണം. പിന്നെ കുറേ പ്രായമാകുമ്പോൾ പിന്നെ ഡയറക്ഷന് പോയാൽ മതി കേട്ടോ.
ഓക്കെ. ഉണ്ണികൃഷ്ണൻ, ഓമനക്കുട്ടൻ, ഇങ്ങനെയൊക്കെയാണ് അമ്മ പറഞ്ഞത്. പക്ഷെ അമ്മ പറഞ്ഞാൽ മാത്രം പോരാ, ഒരു ഉമ്മയും കൂടി കൊടുത്താൽ പെർഫെക്റ്റ് ആവും. ഓ, ഇപ്പൊ ഞാൻ വരട്ടെ. വലിയ ഫാനാണ് ബേസിലിന്റെ, ഒരു വലിയ ഫാൻ. എൻ്റെ ഫാമിലിയും തന്നെ എല്ലാവരും. അതായത് ബേസിലിന്റെ ഏത് സിനിമ വന്നാലും യെസ് വി ഹാവ് ടു വാച്ച് ദിസ്. OTT-ലാവട്ടെ തിയേറ്ററിലാവട്ടെ എപ്പോൾ വന്നാലും വി ഹാവ് ടു വാച്ച് ദിസ് മൂവി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നാണ് എല്ലാവരും പറയുന്നത്. സോ ഹൗ ഡു സീ ദ സക്സസ്, ഈ റിപ്പീറ്റ് മാജിക്, ഹൗ ഇസ് ഇറ്റ് ഹാപ്പനിങ് വിത്ത് ബേസിൽ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് JFW അവാർഡ്സ്. അതുപോലെ തന്നെ ഷീല മാം ഇത്രയും വലിയൊരു ലെജൻഡ് ഇങ്ങനെ ഒരു അവാർഡ് എനിക്ക് തരുന്നു എന്ന് പറയുന്നതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഓൾസോ ആ നല്ല വാക്കുകൾക്ക് നന്ദി. ഞാൻ വേറെ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, എല്ലാം മറന്നുപോയി. താങ്ക് യു. എനിവേ കീർത്തി ഓൾസോ താങ്ക് യു സോ മച്ച്. ഇത്രയും വിമൻ ഒരുമിച്ചിരിക്കുന്ന ഒരു വേദിയിൽ ഒരു മാൻ എന്നുള്ള രീതിയിൽ ഒരു അവാർഡ് മേടിക്കാൻ സാധിച്ചതിലും ഒരു വലിയ അംഗീകാരമായിട്ട് കാണുന്നു. മാൻ ഓഫ് ദ ഇയർ. അപ്പോൾ അതൊരു വലിയ അംഗീകാരമായിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ചോദ്യം എന്തായിരുന്നു? ഇതെല്ലാം എങ്ങനെ ഉണ്ടെന്നല്ലേ? ഒരു നിമിഷം, ഞാൻ വന്ന് ഇതുവരെയ്ക്കും ഒരു നടനെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് ഒരാളിങ്ങേരേ ഉള്ളൂ. ഭയങ്കര സന്തോഷം. ആക്ച്വലി ഷീല മാമിനെ പോലെ ഒരാൾ എന്നെക്കുറിച്ച് ഇങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല, പക്ഷേ സോ നൈസ് ഓഫ് യു മാം, സത്യമായിട്ടും താങ്ക് യു. ആക്ച്വലി ഷീല മാം സ്റ്റേ ബാക്ക് ചെയ്ത് അവാർഡ് കൊടുക്കാൻ വേണ്ടി ഇത്ര നേരം കാത്തിരുന്നതും ബേസിലിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് വി കൻ സീ ഹൗ ഹാപ്പി ഷീ ഈസ്. അതെ, ഞാനും ഭയങ്കര ഹാപ്പിയായി ശരിക്കും, സത്യമായിട്ടും താങ്ക് യു സാർ. ഓക്കെ, ഷീലമ്മ ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ നമുക്ക് കീർത്തിനോട് ചോദിക്കാം. കീർത്തി, ബേസിൽ തൊട്ടതെല്ലാം പൊന്നാണ്. ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ. സോ അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇനി ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, ഞങ്ങൾ ഈ ഹീറോയിൻസിനൊക്കെ ജീവിക്കാൻ ബുദ്ധിമുട്ടാകും ഇങ്ങനെ വീക്ക്ലി പടം ഇറങ്ങിക്കഴിഞ്ഞാൽ. വീക്ക്ലി സ്റ്റാറാണ്, എല്ലാ ആഴ്ചയുണ്ടൊരു പടം. പക്ഷെ ജോക്സ് അപ്പാർട്ട്, വെരി വെരി ഹാപ്പി ഫോർ എവറിത്തിങ് ദറ്റ് യു ഹവ് അച്ചീവ്ഡ് ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ. ആൻഡ് എൻ്റെ ഫേവറേറ്റ് ഗുരുവായൂർ അമ്പലനടയിലാണ്. പിന്നെ ആസ് എ ഡയറക്ടർ ഐ തിങ്ക് മിന്നൽ മുരളി. സോ ഇനിയും അടിപൊളിയാവട്ടെ. താങ്ക് യു കീർത്തി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു കീർത്തി, താങ്ക് യു ഷീലമ്മ. ഇപ്പോൾ ബേസിൽ തനിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. വിടില്ല, എളുപ്പത്തിൽ വിടൂല, ഇവിടെ പിടിച്ചു നിർത്തും. കണ്ടോ, അങ്ങനെ പറയരുത് പ്ലീസ്. പറയും, എന്നെ പിടിച്ചു നിർത്തിയില്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞു പോരുത്. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല, മാൻ ഓഫ് ദി ഇയർ 5 സിനിമ, ഗുരുവായൂർ അമ്പലനടയിൽ, നുണക്കുഴി, സൂക്ഷ്മദർശിനി, പ്രാവിൻകൂട് ഷാപ്പ്, പൊന്മാൻ. എങ്ങനെയാണ് ഇങ്ങനെ ഹിറ്റ് മൂവീസ്? തൊട്ടതെല്ലാം പൊന്നാവുന്നുണ്ടെന്നാണ് നമുക്ക് കീർത്തി പറഞ്ഞത്. സോ ഹൗ ഇസ് ദിസ് മാജിക് ഹാപ്പനിങ്? അതിനെ കുറിച്ചൊന്ന് പറയണം. നല്ല സിനിമ ചെയ്യുന്നോണ്ടായിരിക്കും അതിനങ്ങനെ ഒരു എങ്ങനെ ഇത് സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് താങ്ക്സ് ടു ഓൾ മൈ ടെക്നീഷ്യൻസ് ആൻഡ് ഡയറക്ടേഴ്സ് ആൻഡ് റൈറ്റേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പറയുന്ന എല്ലാം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ എൻ്റെ ആദ്യം ഞാൻ ഒരു പ്രൊട്ടഗണിസ്റ്റ് റോളിൽ അഭിനയിച്ച സിനിമയുടെ ഡയറക്ടർ ഇവിടെ ഉണ്ട്, ചിദംബരം, ജാനേമൻ്റെ ഡയറക്ടർ. പിന്നെ അതിനുശേഷം മഞ്ഞുമൽ ബോയ്സ് ഇറക്കി. അപ്പോൾ താങ്ക്സ് ടു ചിദംബരം ഓൾസോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ സിനിമകളെല്ലാം ചെയ്തിരിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ ചെയ്തിരിക്കുന്നത് വിപിൻ ദാസ് ആണ്, ഹൂ ഡിഡ് ജയ 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 ഹേ. നുണക്കുഴി ചെയ്തിരിക്കുന്നത് ജീത്തു ജോസഫ് ആണ്, ഹൂ ഡിഡ് ദൃശ്യം. അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് ഫിലിംസ്. പിന്നെ സൂക്ഷ്മദർശിനിയാണെങ്കിലും വെരി ടാലൻറ്റഡ് ഡയറക്ടർ ജിതിൻ, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് സമീർ താഹിർ, ഷൈജു കാലിദ്, അതെല്ലാം മലയാള സിനിമയിലെ അത്യാവശ്യം ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരാണ്. പ്രാവൻകൂട് ഷാപ്പിൻ്റെ പിന്നിലാണെങ്കിലും ഷൈജു കാലിദ് ഉണ്ട്, അൻവർ ഷീദ് ഉണ്ട്, ശ്രീരാജ് എന്ന് പറയുന്ന പുതിയ ഡയറക്ടർ. പൊന്മാനാണെങ്കിലും ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ലിറ്ററേച്ചർ, ഇറ്റ്സ് എ വെരി പോപ്പുലർ നോവൽ ഇൻ മലയാളം. 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഒരു നോവൽ, GR ഇന്ദുഗോപൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ. സോ താങ്ക്സ് ടു ഓൾ ദോസ് പീപ്പിൾ. സോ ഐ വാസ് വെരി ലക്കി ടു ഡു ഓൾ these films with all these people. So 100% because ചെയ്യുന്ന ഓരോ ക്യാരക്ടറും മാം ഓൾറെഡി പറഞ്ഞ പോലെ നമ്മളുടെ വീട്ടിലത്തൊരു പയ്യൻ, നമ്മളുടെ ആണ് ഈ കുട്ടി എന്ന പോലെയാണ് ഒരു ഫീൽ. ബിനു രാമചന്ദ്രൻ ആവട്ടെ, പിന്നെ ഇപ്പൊ വരുന്ന പി രാജേഷ്, അജീഷ്. സോ എല്ലാ വാട്സപ്പ് സ്റ്റേറ്റസിലും പോലും ഇതാണ്. ഹൗ ഡു യു സീ ദിസ്? ഭയങ്കര സന്തോഷമാണ്, എസ്പെഷ്യലി സ്റ്റാൻഡിങ് ഇൻ ഇവിടെ ചെന്നൈയിൽ വന്ന് നിൽക്കുമ്പോൾ. എസ്പെഷ്യലി ഫോർ പൊന്മാൻ, PP അജേഷ്, ഇവിടെ ഭയങ്കര ആൾക്കാർ കുറേ റീലൊക്കെ കണ്ടു സോഷ്യൽ മീഡിയയിലൊക്കെ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ലൈക്ക് അജേഷ് ഈസ് ട്രെൻഡിങ്, ലൈക്ക് ഇറ്റ്സ് എ വെരി റിലേറ്റബിൾ ക്യാരക്ടർ ഓൾസോ.
மிடில் கிளாஸ் பசங்களுக்கு வந்து ரொம்ப ரிலேட்டிவ் ஆக போகிற மாதிரி கேரக்டரில். சூப்பர் தல, ஆல்ரெடி ஆயிட்டீங்க, நாங்கள் பார்த்துட்டு இருக்கோம், கொண்டாடிட்டு இருக்கோம். நிறைய பேர் உங்களை நிறைய ஸ்டேஜில் மென்ஷன் பண்ணியிருக்காங்க. ஸோ உங்களை இந்த மாதிரி இந்த மேடைகளில் பார்க்குறது எங்களுக்கு ரொம்ப சந்தோஷமாக இருக்குது. சீரியஸ்லி வெரி ஹானஸ்ட் நோட், தமிழ் இயக்குனர்களும் சரி தமிழ் நடிகர்களும் சரி நிறைய இடத்துல உங்களை மென்ஷன் பண்ணியிருக்காங்க இந்த ரோல் இந்த மாதிரி இருக்கணும் அப்படின்னு. அதுக்கும் எங்களுடைய மனமார்ந்த வாழ்த்துக்கள். இங்கேயும் நீங்கள் பயணத்தை தொடர கலக்க எங்களுடைய ஹார்ட்டி விஷஸ் டெல்லிங் ப்ரோ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പൊ IPL കാലമാണ്. ഇപ്പൊ IPL ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആൻഡ് വി ഓൾ നോ ദാറ്റ് യു ആർ എ ക്രിക്കറ്റ് ഫാൻ. ജസ്റ്റ് വാണ്ടഡ് ടു ആസ്ക്, ഏത് ടീമാണ് ബേസിൽ പേഴ്സണലി? സഞ്ജു സാംസൺ, രാജസ്ഥാൻ റോയൽസ്. ഫ്രണ്ട് ആവണ്ടാണോ, കൂട്ടുകാരാവണ്ടാണോ? അല്ലാതെ വിസിലടിപ്പിക്കാന്നൊക്കെ വിചാരിച്ചു ഞാൻ, ചെന്നൈയിലൊക്കെ ഉള്ള സ്ഥിതിക്ക്. ഇല്ല ഒരിക്കലും ഇല്ല. അത് കൂട്ടുകാരനാവണ്ടാണോ ആ ടീം? ഫോർ ഷുവർ. അതെ അതെ അതെ. ഓക്കെ, ഇപ്പോൾ ഫുൾ മുഴുവൻ ബിസിയാണ് ആക്ടിങ്ങിൽ. എപ്പോഴാണ് വീണ്ടും ഡയറക്ടറിൽ ആ ഒരു മോഡിൽ എൻ്റർ ആവാൻ പോകുന്നത്? ഡിറക്ഷൻ സ്ക്രിപ്റ്റ് ഒക്കെ റൈറ്റിംഗ് നടക്കുന്നു. 1-2 സിനിമകൾ ഇങ്ങനെ പ്ലാനിലുണ്ട്. അതിങ്ങനെ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് സോ ഈസിലി, ഇറ്റ്സ് നോട്ട് ഇൻ അവർ കൺട്രോൾ സർട്ടൻ തിങ്സ്. സോ അതുകൊണ്ട് ചെറിയ ഡിലേ ആവുന്നുണ്ട്. പക്ഷേ ഐ ഹോപ്പ് ഇറ്റ് വിൽ സൂൺ ഹാപ്പൻ ആക്ച്വലി. Okay, wonderful. Thank you once again for joining and congratulations for being the man of the year. ഈ കൊല്ലം മാത്രമല്ല എല്ലാ കൊല്ലം ഇതുപോലെ തന്നെ we would love to give you this award and hearty congratulations to you. താങ്ക് യു സോ മച്ച്. താങ്ക് യു. எனக்கு எல்லாரோடையும் ஒத்திரி நன்றி உண்டு. என் லைஃப்பில் பார்த்தது ஸ்ட்ராங்கெஸ்ட் விமன் மை மதர். എന്തോ കീർത്തി പറഞ്ഞു കൊടുക്കണ്ട. நீங்கள் ஸ்ட்ராங்காக இருந்தால் தான் சென்சிட்டிவாக இருக்க முடியும். She's a Kannada Ammai, right? Yeah, Tulu. And she's here in Chennai. She's taking an award for a Malayalam film. Twin Birds JFW Movie Awards 2025. Title sponsor Twin Birds. Wear it, feel it, love it. Powered by Chandrika. Confident ആയി തിളങ്ങൂ, നിങ്ങളായി തിളങ്ങൂ. Co-presented by Finnis Fine Mattresses.